സംസ്ഥാനത്ത് 2 വർഷത്തിനിടെ ബാറുകളിൽ നിന്നുള്ള നികുതി വരുമാനത്തിലുണ്ടായത് 50 കോടിയുടെ കുറവാണ്. 2016-ലെ 29-ൽ നിന്നും 850ഓളമായി ബാറുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോഴാണ് നികുതി വരുമാനം താഴേക്ക് പോകുന്നത്. എന്നാൽ വരുമാനക്കുറവിന്റെ കാരണം അറിയില്ല എന്ന വിചിത്ര മറുപടിയാണ് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് നൽകുന്നത്. ജനം ബ്രേക്കിംഗ്. പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഞെട്ടിപ്പിക്കുന്ന ചില കണക്കുകളാണല്ലോ പുറത്തേക്ക് വരുന്നത്. കാരണം 50 കോടിയുടെ ഇളവാണിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം 2016-ലെ കണക്കെടുക്കുകയാണെങ്കിൽ 29 ബാറുകൾ ഉണ്ടായിരുന്നെങ്കിൽ നിലവിൽ 850ഓളമായി ബാറുകളുടെ എണ്ണം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നികുതി വരുമാനം താഴേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി നൽകാൻ ഇപ്പോഴും അധികൃതർക്ക് സാധിച്ചിട്ടില്ല, അല്ലേ? ദേവിക, അങ്ങനെ തന്നെയാണ്. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത പുറത്തുവിടുന്നത്. 2019 കാലത്ത് 29 ബാറുകളാണ് അന്ന് കേരളത്തിലുണ്ടായിരുന്നത്. പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം മുൻ സർക്കാർ റദ്ദാക്കിയ 442 ബാറുകളിലെ ലൈസൻസുകൾ പുനഃസ്ഥാപിച്ച് നൽകുകയും ചെയ്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 200ഓളം ബാറുകൾക്കാണ് അനുമതി നൽകിയത്. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 180ഓളം ബാറുകൾക്കും സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ ഇതുവരെയും സർക്കാർ കൃത്യമായി നമുക്ക് ലഭ്യമാക്കാത്ത സാഹചര്യവുമുണ്ട്. പക്ഷേ ഏകദേശം ഒരു കണക്ക് ഇങ്ങനെയാണ്. ഏതാണ്ട് 850ഓളം ബാറുകൾ നിലവിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മൊത്തത്തിലുള്ളൊരു കണക്ക് എന്നുള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് സാധാരണഗതിയിൽ ഇത്രയധികം ബാറുകളുടെ എണ്ണം കൂടുമ്പോൾ മദ്യപഭോഗവും കൂടി നിൽക്കുന്ന സംസ്ഥാനത്ത് മദ്യത്തിൻ്റെ ഉപയോഗവും വിൽപ്പനയും കൂടുന്ന സാഹചര്യവുമുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നികുതി വരുമാനത്തിലും വർധനവ് കാര്യമായി ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിൻ്റെ ഓഫീസിൽ നിന്ന് നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ വ്യക്തമാക്കുന്നത്. 2022-23 കാലത്ത് സംസ്ഥാനത്ത് ഈ പറയുന്ന ബാറുകളിൽ നിന്നുള്ള ഈ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം, ബിയർ, വൈൻ തുടങ്ങിയവയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ടേൺ ഓവർ ടാക്സായി സർക്കാർ ലഭിച്ചത് 617.23 കോടി രൂപയാണ് 2022-23 കാലത്ത്. 2023-24 കാലത്തേക്ക് അത് വരുമ്പോൾ 579.85 കോടിയായി കുറയുന്നു. അതായത് 37.38 കോടിയുടെ ഇടിവാണ് ആ വർഷം മാത്രം ഉണ്ടാകുന്നത്. പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 2024-25 വരുമ്പോൾ അത് 566.93 കോടിയായും കുറയുന്നു. വീണ്ടും ഒരു 12.92, അങ്ങനെ ആകെ 50 കോടിയിലധികം രൂപയുടെ കുറവാണ് 2 വർഷത്തിനിടെ മാത്രം സംസ്ഥാനത്ത് ഈ ഇത്തരത്തിലുള്ള വിദേശ മദ്യത്തിൻ്റെയും ബിയറുകളുടെയും വൈനിൻ്റെയും വിൽപ്പന ബാർ ഹോട്ടലുകളുമായി ബന്ധപ്പെട്ട് നടന്നതിൽ ഉണ്ടായിട്ടുള്ള നികുതി വരുമാനത്തിനുണ്ടായിട്ടുള്ള ഇടിവ് എന്നുള്ളത്. ഈ ബാറുകളുടെ എണ്ണവും മദ്യോപഭോഗവും സംസ്ഥാനത്ത് വർദ്ധിക്കുന്നു എന്നുള്ളത് ഒരു പുതിയ കാര്യമല്ല, അത് പുതിയ കണക്കുകളുമല്ല, അത് നമുക്ക് ക്രമാനുഗതമായി ഓരോ വർഷവും ഉണ്ടാകുന്നതുമാണ്. അപ്പോൾ അത്രയധികം ബാറുകളുടെ എണ്ണം കൂടുമ്പോഴും കൂടുതൽ മദ്യഭോഗം ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ നികുതി വരുമാനം കുറയുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യം. അങ്ങനെ ഒരു ചോദ്യം നമ്മൾ ചരക്ക് സേവന നികുതി വകുപ്പിന് മുന്നിൽ വെച്ചപ്പോൾ അവർക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ് മറുപടിയായി നൽകുന്നത്. അങ്ങനെ എന്തുകൊണ്ട് നികുതി വരുമാനം കുറയുന്നു എന്നതിൽ കൃത്യമായ ഒരു മറുപടി നൽകാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഈ ബാറുകളുടെ ലൈസൻസുകളുമായി ബന്ധപ്പെട്ടും അത് സംബന്ധിച്ച കോഴകളുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളും രാഷ്ട്രീയ ഇടപെടലുകളും ഒക്കെ നമുക്ക് കൃത്യമായി അറിയാവുന്നതുമാണ്. സാധാരണഗതിയിൽ ബാറുകളിൽ നടക്കേണ്ട പരിശോധനകൾ കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് എക്സൈസിലെ തന്നെ ഒരു ഭാഗം ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ വ്യക്തമായി പറയുന്നത്. കാരണം കൃത്യമായ പരിശോധന നടക്കാതെ വരുന്നതോടുകൂടി പല ബാറുകളിലും സംബന്ധിച്ച ക്രമക്കേടുകൾ സംഭവിക്കാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം ക്രമക്കേടുകളിൽ കൂടുതൽ ശക്തമായ പരിശോധനയ്ക്ക് പോവുകയാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാകുന്നതാണ്. പലപ്പോഴും ഇത്തരത്തിൽ പരിശോധനകൾ അപ്രസക്തമായി മാറുകയും അതുവഴി സംസ്ഥാനത്തിൻ്റെ ഖജനാവിലേക്ക് എത്തേണ്ട വലിയ നികുതി വരുമാനം അതിൽ ഗണ്യമായ കുറവുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത്. ദേവിക. ശരി പ്രജിത്ത്.